ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹസീസ് കിച്ചൻ വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരു കേക്കാണിത്. അപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്ന കേക്കിൻ്റെ റെസിപ്പിയാണിത്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ആദ്യം ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 kg കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് 2 തവണ അതേ മെഷർമെൻറ്റിൽ ഞാൻ പൊടികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1 കിലോയുടെ കേക്ക് മതിയെന്നുണ്ടെങ്കിൽ ആദ്യം എടുത്ത ആ 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറേയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ നമ്മുടെ പട്ട പൊടിച്ചതും ഗ്രാമ്പു പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, 1 കപ്പ് ചെറുതായി നുറുക്കിയെടുത്ത ഡേറ്റ്സ്, 1/2 കപ്പ് ബദാമും നട്ട്സും നുറുക്കിയെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്ത് ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ക്യാരറ്റ് ഉണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ 1 കിലോ കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൻ്റെ നേർപകുതി മാത്രമേ ക്യാരറ്റും ഡേറ്റ്സും നട്ട്സും ഒക്കെ എടുക്കാൻ പാടുള്ളൂ. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിനകത്തേക്ക് നമുക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 1 കിലോ കേക്കിന് 2 മുട്ട മാത്രം മതിയാകും. ഞാനിവിടെ 2 കിലോ കേക്ക് ആയതുകൊണ്ടാണ് 4 മുട്ട എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കിലോയ്ക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര മാത്രം ചേർത്താൽ മതിയാകും. പിന്നീട് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ അരിച്ച് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ കാരാമലൈസ് ചെയ്ത ഷുഗറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1/2 കപ്പ് ഷുഗർ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 1 kgയുടെ കേക്കാണെങ്കിൽ 1/4 കപ്പ് കാരാമലൈസ് ചെയ്ത ഷുഗർ ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇനി ഇതിനകത്തേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനകത്തേക്ക് നമ്മുടെ ക്യാരറ്റിൻ്റെയും ഡേറ്റ്സിൻ്റെയും മിക്സ് കൂടി ചേർത്ത് ഒന്ന് ലോ സ്പീഡിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ എല്ലാവരും സ്പാച്ചിലൊക്കെ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അത് വളരെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇങ്ങനെ നമ്മൾ ആ ലോ സ്പീഡിലിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ കൂട്ട് റെഡിയാക്കാനും പറ്റും. കേക്ക് പെർഫെക്റ്റായി വരികയും ചെയ്യും. കാരണം ആ ക്യാരറ്റിൻ്റെയും ഡേറ്റ്സിൻ്റെയൊക്കെ മിക്സ് എല്ലാ ഭാഗത്തേക്കും കേക്കിൻ്റെ എത്തിച്ചേരും. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ലോ സ്പീഡിലിട്ട് മാത്രം മിക്സ് ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 kgയുടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 55 മിനിറ്റോളം ഇത് നമുക്ക് ബേക്കായി കിട്ടാൻ എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് തന്നെ മുറിക്കാൻ പാടില്ല. ഒരു ദിവസം വെച്ചിട്ട് നന്നായി തണുത്ത ശേഷം പിറ്റേ ദിവസം കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 2 ദിവസം ഇരുന്നാൽ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.